എല്ലാ പ്രിയപ്പെട്ടവർക്കും T3 വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ ചാലക്കുടിയിലെ സെൻറ് മേരീസ് ഫൊറോന പള്ളിയുടെ തിരുനാളിൽ സംബന്ധിക്കാനും തിരുനാൾ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുമാണ്. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ജനസമുദ്രം എന്നൊക്കെ നമ്മൾ പറയല്ലേ, അതുപോലത്തെ ജനത്തിരക്കാണ് ഇവിടെ. പള്ളിയുടെ പെരുന്നാളിൽ സംബന്ധിക്കാൻ വേണ്ടി നാനാജാതി മതസ്ഥരാണ് ഈ പള്ളിയിലും ചുറ്റുപാടും എത്തിക്കൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് ഒന്ന് നടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ഈ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ആ ഒരു താല്പര്യത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സീറോ മലബാർ കത്തോലിക്ക സഭയുടെ ഭാഗമാണ് ഈ പള്ളി. വിശുദ്ധ മറിയത്തിന്റെ നാമധേയത്തിലാണ് ഈ പള്ളി സ്ഥാപിച്ചിരിക്കുന്നത്. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ഇവിടെ ഹോളി ലാൻഡ് എന്ന പേരുള്ള ബൈബിൾ ഗ്രാമം വളരെയധികം തീർത്ഥാടകരെ ആകർഷിക്കുന്നു. എന്നാൽ ഈ പള്ളിയിൽ പ്രധാനപ്പെട്ട തിരുനാൾ എന്ന് പറയുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അമ്പു തിരുനാളാണ്. മാതാവിന്റെ പെരുന്നാളും ഇവിടെ ആചരിക്കുന്നു. തൃശൂർ അതിരൂപതയിൽ ഇരിങ്ങാലക്കുട രൂപതയുടെ കീഴിലുള്ള ചാലക്കുടി ഫൊറോന പള്ളിയുടെ കീഴിൽ ഈ പള്ളിയടക്കം 17 ഇടവക പള്ളികളുമുണ്ട്. ഇവിടുത്തെ വൈദ്യുത ദീപാലങ്കാരം വളരെ പ്രസിദ്ധമാണ്. നയന മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണികൾക്ക് വിരുന്നൊരുക്കുന്നത്. എല്ലാ വർഷവും ഫെബ്രുവരി 7-നാണ് വൈദ്യുത ദീപാലങ്കാരത്തിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം. അതുപോലെ 8-ാം തീയതി കുർബാനയ്ക്ക് ശേഷം യൂണിറ്റുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ്, 10-ന് സമുദായങ്ങളുടെ അമ്പ് പ്രദക്ഷിണങ്ങൾ, പ്രധാന പെരുന്നാൾ ദിവസമായ 10-ാം തീയതി തിരുനാൾ പാട്ടുകുർബാന, 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെ സമുദായങ്ങളുടെ അമ്പെഴുന്നള്ളിപ്പുകൾ, അതുപോലെ ടൗൺ ചുറ്റിയുള്ള അമ്പ് പ്രദക്ഷിണം. ഫെബ്രുവരി 12-ന് പ്രവാസി അമ്പും 16-ന് 8-ാം ഇടവും പള്ളിയിൽ ആഘോഷിക്കുന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ തിരുനാൾ പ്രദർശനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ തിരുനാളിന്റെ ഭാഗമായി പാവപ്പെട്ടവർക്ക് 21 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. നാനാജാതി മതസ്ഥർക്ക് അഭയ കേന്ദ്രമാണ് ഈ സെന്റ് മേരീസ് ഫൊറോന പള്ളി. അതുകൊണ്ടാണ് ഇത്രയധികം ജനങ്ങൾ മതമോ ജാതിയോ ഒന്നും നോക്കാതെ ഇവിടെ പെരുന്നാളിൽ സംബന്ധിക്കാൻ എത്തുന്നത്. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. വീട് നിർമ്മാണം പോലെ തന്നെ ഡയാലിസിസ് രോഗികൾക്കും ചികിത്സാ സഹായം ഇവിടെ നൽകി വരുന്നു. പള്ളിയുടെ സ്ഥാപനം ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ ചാലക്കുടി പള്ളിയിലെ വെടിക്കെട്ടും പ്രസിദ്ധമാണ്. ചാലക്കുടിയിലെ പെരുന്നാൾ ഉത്സവം എന്നാണ് ചാലക്കുടി പള്ളി പെരുന്നാളിനെ നാട്ടുകാർ വിശേഷിപ്പിക്കുന്നത്.
ചാലക്കുടി പള്ളിയുടെ തിരുനാൾ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റു വിശേഷങ്ങളുമായി കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.